ഇടുക്കി അടിമാലി ടൗണിൽ ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഡിവൈഡറുകൾ അപകട സാധ്യത ജനിപ്പിക്കുന്നു. റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലം പൊത്താറായ സ്ഥിതിയിലാണ്. അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ടൗണിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും അടിമാലി കുമളി ദേശീയപാത കടന്നുപോകുന്ന കല്ലാർകുട്ടി റോഡിലും ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. കാലപ്പഴക്കം ചെന്ന ഈ ഡിവൈഡറുകളാണ് അപകട സാധ്യത ഉയർത്തുന്നത്. ഇരുദിശകളിലേക്കും പോകുന്ന വാഹനങ്ങൾ വരിതെറ്റിച്ചു പോകാതിരിക്കാനായി കല്ലാർകുട്ടി റോഡിന് മധ്യഭാഗത്ത് കൂടി ഒരടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് മുകളിലാണ് ഇരുമ്പ് ഡിവൈഡറുകൾ ഉറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലംപതിക്കാറായ സ്ഥിതിയിലാണ്. അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. അടിമാലി ടൗണിൽ നമ്മൾ റോഡിൻ്റെ നിർഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന ഡിവൈഡറുകളെല്ലാം തുരുമ്പിച്ച് വളരെ ശോചനീയാവസ്ഥയിലേക്ക് മാറിയിരിക്കുക. പല ഡിവൈഡറുകളും ഒടിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ആരൊക്കെ അതെടുത്ത് റോഡ് സൈഡിൽ തന്നെ ചാരി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു അപകടത്തിന് ടൂ വീലറുകാർക്കും വലിയ വണ്ടികൾക്കും യാത്രക്കാർക്കൊക്കെ വലിയ അപകടത്തിന് കാരണമാണ്. ശക്തമായ കാറ്റ് വീശിയാൽ നിലംപതിക്കാവുന്ന വിധം ചുവട് തുരുമ്പെടുത്ത് ദ്രവിച്ചു നിൽക്കുന്ന ഡിവൈഡർ ഭാഗങ്ങൾ ഇക്കൂട്ടത്തിലുണ്ടെന്ന് പരാതി ഉയരുന്നു. നാളുകൾക്ക് മുമ്പ് ഈ വിധം ചില ഡിവൈഡറുകൾ മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. ഇരുചക്ര വാഹന യാത്രികരുടെ ദേഹത്ത് ഇവ പതിച്ചാൽ അപകടത്തിന് വഴിയൊരുക്കും. കല്ലാർകുട്ടി റോഡിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്ത ഇവ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.